പോണോഗ്രഫി എന്നാൽ ലൈംഗികതയല്ല. അത് നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരുതരം രോഗമാണ്. ഓ, അതിലെന്താണ് പ്രശ്നം സദ്ഗുരു? ഇതാണ് പ്രശ്നം. നിങ്ങളുടെ അമ്മമാരെയും സഹോദരിമാരെയും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സ്ത്രീകളെയും നിങ്ങൾ വെറും വസ്തുക്കളാക്കി മാറ്റുകയാണ്. ഞാൻ അങ്ങനെയുള്ള നൂറുകണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട്, ചെറുപ്രായത്തിൽ തന്നെ. അവർ ഇതിനെല്ലാം ചെന്ന് പെടുന്നു. അതിനുശേഷം അവർ ഒരുപാട് വികൃതമാകുന്നു. ഭാവിയിൽ ചുറ്റുമുള്ള ആളുകളുമായി മൂല്യമുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാനാവാതെ അവർ ഉള്ളിൽ വളരെയധികം കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അത്രമേൽ രോഗികളാകുന്നു. നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അടിമപ്പെട്ടതുകൊണ്ട് അവർ എന്തെല്ലാം യാതനകളാണ് അനുഭവിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടും? അതിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അതിലേക്ക് പോകേണ്ടതില്ല, അത്രയേ ഉള്ളൂ. എന്താണ് അതിൽ ഉപേക്ഷിക്കാനുള്ളത്? അതിവിടെ സംഭവിക്കുന്നതാണോ? അല്ല, അതെന്റെ മനസ്സിലാണ് സംഭവിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. അതിൽ നിങ്ങൾ എന്തു പതിച്ചാലും അതാണ് അതിൽ നടക്കുക. അതാണ് നിങ്ങളുടെ മനസ്സിന്റെ പ്രകൃതം. നിങ്ങളെല്ലാവരും ബ്രഹ്മചാരികളായി എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല, അതിന് കഴിവുള്ള ചിലർക്ക് മാത്രമേ അത് സാധ്യമാകൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാന്യമായ രീതിയിൽ നയിക്കണം. ഇത് ഒരു സദാചാര ബോധമല്ല. നിങ്ങൾ മാനസികമായി രോഗാതുരമാവുകയാണ്. വളരെ അശ്ലീലമായി എന്തെങ്കിലും കണ്ടിട്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഹി എന്ന് ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വലിയ കാര്യം ചെയ്യുകയാണെന്ന് കരുതരുത്. നിങ്ങൾ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്ന സ്ത്രീയുടെ മുഖത്ത് നിങ്ങളുടെ അമ്മയുടെ മുഖം ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും.